പ്രൈസ് ലോർഡ്. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഇന്ന് 9ാമത്തെ ദിവസം. 31 ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് തന്ന ആലോചന പോലെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് തുടങ്ങിയ യാത്രയുടെ 9ാമത്തെ ദിവസം. ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടെയുണ്ട്. നിശ്ചയമായും ഈ 31 ദിവസങ്ങൾ 2026 ഞാനൊന്നുകൂടെ ആവർത്തിച്ചു പറയാം. ഓർത്ത് കരഞ്ഞ ആ സീസണ് അവസാനം കുറിച്ചിട്ട് ആർത്ത് ചിരിക്കുന്ന പുതിയൊരു സീസണ് കർത്താവ് തുടക്കം കുറിക്കുവാൻ കാരണമായിത്തീരും. അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് തുടർമാനമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനാവേളകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരാലോചന അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോൾ മറക്കണ്ട, നമ്മുടെ രാവിലെയുള്ള മീറ്റിംഗ് 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മിസ് ചെയ്തത് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ അത്ഭുതങ്ങളെ ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്കെന്ന പ്രോഗ്രാമിലൂടെ അനേകരുടെ ജീവിതത്തിൽ ചെയ്യുന്നു. ലൈവാണ്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞത് ഇതാണ്: ആരും പ്രവർത്തിക്കുവാൻ മടിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത സമയത്ത് യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ രക്ഷയ്ക്കായുള്ളത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറുവാനായുള്ളത്, അതായത് ആ ഓർത്ത് കരയുന്ന കുറേ അനുഭവങ്ങൾക്ക് മാറ്റം വരുവാൻ വേണ്ടി ഉള്ളത്. അപ്പോൾ വാക്യം കൂടെ വായിച്ചിട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ അന്ന് ശബത്തായിരുന്നു, ആകയാൽ യഹൂദന്മാർ സൗഖ്യം പ്രാപിച്ചവനോട് ഇന്ന് ശബത്താകുന്നു, കിടക്കയെടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് ശബത്താകുന്നു, പ്രവർത്തിക്കാത്ത സമയം അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ പാടില്ലാത്ത സമയം, ആ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ആരുടെ ജീവിതത്തിലാണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. 38 വർഷമായിട്ട് ഒരേ കിടപ്പിൽ ഒരു കുളക്കരയിൽ കിടക്കുന്ന, ആ കുളക്കടവ് ബെഥേസ്ത എന്നാണ് ആ കുളക്കടവിൻ്റെ പേര്. അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ. അവിടെ എന്തിനാ മനുഷ്യൻ വന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ഒത്തിരി പേരുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന സ്ഥലമാണ്. കാരണം അവിടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒരു ദൂതൻ വരും. ആ ദൂതൻ വന്ന് ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്ന ആളിന് സൗഖ്യം കൊടുക്കും, അല്ലെങ്കിൽ ആ ദൂതൻ വന്ന് വെള്ളം കലക്കും. അപ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ സൗഖ്യം പ്രാപിക്കും. കാലാകാലങ്ങളായി അത് നടക്കുന്നുണ്ട്. ആ ഒരു വിടുതൽ പ്രതീക്ഷിച്ചാണ് ഈ മനുഷ്യനും അവിടെ എത്തിയത്. ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കാം അവിടെ കൊണ്ടുവന്ന് പുള്ളിയെ ആക്കിയത്. ആദ്യമൊക്കെ അവർ ശ്രമിച്ചു കാണും. രാവിലെ പുള്ളിക്കാരനെ എടുത്തുകൊണ്ട് കുളക്കടവിൽ നിന്ന് ആ വെള്ളത്തിലേക്ക്, ദൂതൻ കലക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് കൊണ്ടെത്തിക്കുവാൻ. പക്ഷേ അവർ പരാജയപ്പെട്ടു. അവരെക്കാൾ ശക്തന്മാർ അവരെ ഓടിത്തോൽപ്പിച്ചു. അപ്പോൾ ഒത്തിരി പേർ പരാജയപ്പെട്ടു പോയി. നിൻ്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുവാനും രക്ഷപ്പെടുത്തുവാനും ഒക്കെ ശ്രമിച്ചിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് അതേക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വല്ലാത്ത സങ്കടമാണ്. പലരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒളിച്ച് നടക്കേണ്ടി വരുന്നൊക്കെ ഒരവസ്ഥ. നോക്കൂ, അത് കഴിഞ്ഞ് ഈ മനുഷ്യനായി ശ്രമം മുഴുവൻ ഒറ്റയ്ക്ക് നീന്തി പോവും. ആ മനുഷ്യൻ അത് പറയുന്നുണ്ട് യേശുവിനോട്. ഞാൻ കുളം കലക്കുമ്പോൾ വെള്ളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി പോകും, പക്ഷേ എനിക്ക് മുമ്പേ മറ്റു പലരും ഇറങ്ങി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ താനും പരാജയപ്പെട്ടു. മൊത്തത്തിൽ പരാജയമാണ്. അങ്ങനെ 38 വർഷം അങ്ങനെ ഒരു രക്ഷയുമില്ലാതെ അവസാനം ഈ പുള്ളിയെ തേടി യേശു വന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ ജീവിതം മാറുവാൻ, നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷമുണ്ടാകുവാൻ, നല്ലത് നടക്കുവാൻ, നല്ലൊരു തൊഴിലിനായിട്ട്, കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട്, തലമുറകളുടെ ജീവിതത്തിൽ ചിലത് പ്രതീക്ഷിക്കുന്നത് ചിലത് സംഭവിക്കുവാൻ, ഒരു ജയമുണ്ടാകുവാൻ, ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറുവാൻ, തകർച്ചയ്ക്ക് പരിഹാരമുണ്ടാകുവാൻ, കടക്കാരനായും കടക്കാരിയായും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന അനുഭവങ്ങൾ മാറിപ്പോകുവാൻ, നിന്നയ്ക്കും പരിഹാസത്തിനും കാരണമായി ഇല്ലായ്മകളുമായി ജീവിതം തുടരുന്ന അവസ്ഥ മാറുവാൻ വേണ്ടി പലരും ശ്രമിച്ചു. ഇല്ലെന്നൊന്നും പറയണ്ട. നിങ്ങൾ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പക്ഷേ യേശു നിങ്ങളെ തേടി വരികയാണ്. 38 വർഷത്തെ തുടർ പരാജയങ്ങൾക്ക് അവസാനം കുറിക്കുവാൻ കുളക്കടവിൽ ഇറങ്ങി വന്ന യേശു നിനക്ക് വേണ്ടി, സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരിക. ആ തൊഴിലിടത്തിൽ നിൻ്റെ പരാജയത്തിന് അറുതി വരുവാൻ, ഇനിയും തൊഴിലന്വേഷകനായി നീ മാറാതിരിക്കുവാൻ, ഇനിയും ജോലിയില്ലാത്തവനായി നീ നടക്കാതിരിക്കുവാൻ, ഇനിയും കൈനീട്ടി മറ്റുള്ളവരിൽ നിന്ന് അവരുടെ ദയയ്ക്ക് വേണ്ടി യാചിച്ചു നിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുവാൻ എൻ്റെ യേശു
നിന്നെ തേടി വരിക. റാബാല മാ ഷെഖനെ റാധൂറിയ. കർത്താവ് വഴി തുറക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് അതങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി. സഹോദരി, ഇനിയും നീ ഒരു സന്തോഷത്തിനായി സമാധാനത്തിനായി ഓടി അലഞ്ഞ് നടക്കാതിരിക്കുവാൻ എൻ്റെ യേശു നിന്നെ തേടി വരിക. നിൻ്റെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ, നിൻ്റെ കുടുംബം ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ, അതേ നിൻ്റെ ഭർത്താവിൻ്റെ ഭവനത്തിൽ തന്നെ നീ തുടരുവാൻ എൻ്റെ യേശു നിന്നെ തേടി വരിക. റാമ ഷെക്കനെ റാധൂറിയ ഷബല റദര ബൗഡ ശന്താർഗന. നിൻ്റെ മക്കളുടെ തുടർ പരാജയങ്ങൾ കടന്നു വരുവാൻ അവർക്ക് വേണ്ടി പലരും ശ്രമിച്ചു. എത്ര തവണ തള്ളിവിടാൻ നോക്കിയത്. ഇപ്പം തിരിച്ചു വന്ന് വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. കേൾക്ക്, അവിടെ നിന്ന് അവർ തിരികെ പോകാൻ പോവുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവർക്ക് മുമ്പിൽ കർത്താവ് വഴി തുറക്കുവാൻ പോകുക. ഇന്നായിരിക്കുന്ന അവസ്ഥകൾക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തുവാൻ പോകുക. ആ ബിസിനസ് തള്ളി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത ആ ബിസിനസ്സിന് പുതിയ ഓപ്പണിംഗ് എൻ്റെ ദൈവം ഒരുക്കിയ. റാമ ഷേഖനെ. ആമേൻ. പലരും ശ്രമിച്ചു പരാജയപ്പെട്ടു. നീ ശ്രമിച്ചു പരാജയപ്പെട്ടു. അവസാനം യേശു വന്നപ്പോൾ ആ 10ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 38 വർഷം ഒരുത്തൻ ഈ പുരോഹിതന്മാരെയൊക്കെ കാണുകയെ അവർക്കൊക്കെ കാണാം അവനിങ്ങനെ കിടക്കുക. 38 വർഷമായി അവൻ സൗഖ്യം പ്രാപിച്ച ഒരു ദിവസം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മാനുഷ്യമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ അതൊരു സന്തോഷത്തിൻ്റെ ആർപ്പിൻ്റെ ദിവസം. എല്ലാവരും ഹാപ്പി ആവേണ്ടത്. പക്ഷേ ന്യായപ്രമാണം വിലക്കുന്നുണ്ട്. അർത്ഥം പലരും പറയാറില്ലേ, ദൈവം പോലും എന്നെ തള്ളിക്കളഞ്ഞു, ദൈവം പോലും എന്നെ കൈവിട്ടു, എൻ്റെ ജീവിതത്തിൽ ദൈവം പോലും ഒന്നും ചെയ്യത്തില്ല. ആ ഒരു അവസ്ഥ തന്നെ. അതൊരു പക്ഷേ നമ്മളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം. പ്രവാചകന്മാരൊന്നും പറയണ്ട, നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാമല്ലോ. വീഴ്ചകളൊക്കെ സഹജമെന്നേ. ആമേൻ. നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ മനുഷ്യരായിട്ട് വേണം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ സമീപിക്കേണ്ടത് മനുഷ്യരായിട്ട് വേണം. ബലഹീനതകളുള്ള കുറവുള്ള നമ്മുടെ പരിമിതികളെ തിരിച്ചറിയുന്ന മനുഷ്യരായിട്ട് വേണം. നിങ്ങൾ കാപട്യത്തിൽ വീണു. ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കള്ളത്തനം എന്തെന്ന് വെച്ചാൽ അതിഭക്തി, അതിവിശുദ്ധി പറയുന്ന ആൾക്കാരുണ്ട്. അയ്യോ, നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായെങ്കിൽ അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് അതിനർത്ഥവും. അപ്പോൾ മൈക്കിൾ സ്റ്റേജും ഉള്ള സമയത്ത് ഫ്ലഡ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റും, പറയാനും പറ്റും. പക്ഷേ ജീവിതം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ അതിവിശുദ്ധി പ്രസംഗിക്കുന്ന പലരും 2026 ചട്ടിയിലായത്. മനസ്സിലായില്ലേ? വീണുപോയത്. അപ്പോൾ അവർ പ്രസംഗിക്കുന്ന കാപട്യങ്ങൾ കേട്ടിട്ട് അയ്യോ ഞാൻ പാപിയാണേ, എൻ്റെ ജീവിതത്തിൽ കർത്താവൊന്നും പ്രവർത്തിക്കത്തില്ലേ. എൻ്റെ പൊന്നു സഹോദരി, നിന്നെ തേടിയ കർത്താവ് വന്നത്. പാപിയാണെന്നുള്ള ബോധ്യം വേണം. കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. കർത്താവ് നിന്നെ വിടുവിക്കും. അല്ലാതെ ആരെങ്കിലും പ്രസംഗിക്കുന്ന അതിവിശുദ്ധിയുടെ പ്രസംഗവും കേട്ട് കർത്താവ് പ്രവർത്തിക്കത്തില്ലേ, എന്നെ കൈവിട്ടേ എന്ന് പറഞ്ഞ് ജീവിതം നശിപ്പിക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നോക്കൂ, പുരോഹിതന്മാർ പ്രവർത്തിക്കത്തില്ല, ആരും കുറച്ച് ദൂരം പോകത്തില്ല. ഇനി ഏറ്റവും വലിയ പ്രശ്നം എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അന്ന് ദൂതൻ പോലും ലീവ് എടുക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അന്നൊരു സൗഖ്യം അവിടെ നടക്കത്തില്ല. കുളക്കരയിലും ഇല്ല, ദൂതൻ വന്നിട്ടുമില്ല, ഒരു രീതിയിലും ഒരു സൗഖ്യം ഇല്ല, ഒരു സാധ്യതയും ഇല്ല. ആമേൻ. അന്നൊരു വിടുതൽ നടക്കുവാൻ ഒരു സാധ്യതയും ഇല്ല. അതാ അല്ലേ ഇപ്പോൾ ഈ സമയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാറ്റത്തിന് വല്ല സാധ്യതയുണ്ടോ? കടം തീരാൻ വല്ല സാധ്യതയുണ്ടോ? രോഗം മാറാൻ വല്ല സാധ്യതയുണ്ടോ? മക്കളുടെ ജീവിതം മാറാൻ വല്ല സാധ്യതയുണ്ടോ? കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാവാൻ വല്ല സാധ്യതയുണ്ടോ? ഇന്നത്തെ അവസ്ഥ മാറുവാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു മെച്ചപ്പെട്ട അനുഭവം ഉണ്ടാകാൻ വല്ല സാധ്യതയുണ്ടോ? വീടിൻ്റെ പണി തീർക്കുവാൻ വല്ല സാധ്യതയുണ്ടോ? വസ്തു വാങ്ങുവാൻ വല്ല സാധ്യതയുണ്ടോ? ആ രാജ്യത്ത് കടന്നു പോകാൻ വല്ല സാധ്യതയുണ്ടോ? എത്തപ്പെട്ട സ്ഥലത്ത് രക്ഷപ്പെടുവാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. ദൂതൻ പോലും ലീവ് എടുത്തൊരു ദിവസം, അയ്യോ, ഒരു വല്ലാത്ത ദിവസം തന്നെ. പക്ഷെ ആ ദിവസം യേശു തിരഞ്ഞെടുക്കുക അവൻ്റെ ലൈഫിനെ മാറ്റുവാൻ വേണ്ടി. റെഡിയാണോ? നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ ദിവസം. അന്ന് അവനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ദൂതം പോലും വരത്തില്ല, പിന്നെ എന്ത് പ്രതീക്ഷിക്കാൻ കാണും? അവനൊന്നും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ യേശു അവനെ തേടി വരിക അവൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ലോകം മുഴുവൻ നിശ്ചലമായിരിക്കുമ്പോൾ, ലോകം മുഴുവൻ പ്രവർത്തികളെല്ലാം മതിയാക്കുമ്പോൾ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരിക. സഹോദരി,
ആർക്കും മാറ്റുവാൻ കഴിയാത്ത, നിനക്ക് മാറ്റുവാൻ കഴിയാത്ത നിൻ്റെ ജീവിതത്തെ മാറ്റുവാൻ, ആർക്കും തരുവാൻ കഴിയാത്ത സന്തോഷവും സമാധാനവും 2026 നീ പ്രാപിച്ചെടുക്കുവാൻ, ചിലരുടെ മുമ്പിൽ നീ തലനിവർത്തി അഭിമാനത്തോടെ നിൽക്കുവാൻ സഹോദരായ എൻ്റെ യേശു വരികയാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുവാൻ, പരാജയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് കരഞ്ഞ അനുഭവങ്ങൾ കറുതി വരുവാൻ എൻ്റെ യേശു നിങ്ങളെ തേടി വരിക. പാസ്റ്റർ, ഒരു പ്രതീക്ഷയുമില്ല. നോ, പ്രതീക്ഷയില്ലാത്തടത്ത് പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. റെഡിയാണോ? ആ യേശുവിനൊപ്പം ചേർന്ന് നിൽക്കുവാനും ഈ 2026 അവിധത്തിൽ മറ്റുള്ളവർ ആശ്ചര്യപ്പെടും വിധത്തിൽ പ്രാപിക്കലിൻ്റെയും വർഷമാക്കി മാറ്റുവാൻ കോണ്ടാക്ട് ചെയ്തോ. നിങ്ങളുടേത് മാത്രമായ വിഷയത്തിന് വേണ്ടി പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. സമയമോ സാഹചര്യമോ അവസ്ഥയോ ഒന്നും നോക്കണ്ട, കോണ്ടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങളപ്പോൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കേണ്ട കാര്യം മറക്കണ്ട, അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഈ 2026 ഓർത്ത് കരയുന്ന വർഷമല്ല, അത് ആർത്ത് ചിരിക്കുന്ന വർഷമാണ്. എല്ലാ ദിവസങ്ങളും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്കെന്ന വചന പരമ്പര ജോയിൻ ചെയ്യണേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കണം, ആ കാര്യം മറന്നു പോകരുത്. വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ജോയിൻ ചെയ്യണേ. വെള്ളിയാഴ്ചയും ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം, ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമും ഉണ്ട്. നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞങ്ങൾ ലൈവേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. എവിടെ വെച്ചെന്ന്? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് കടന്നു വന്നു. ബ്ലെസ്സിങ് ആയിരിക്കും. ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് അമ്പലത്തിൻ കാലം പോകുന്ന വഴിക്ക് പുലിമുട്ടവെന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. തുടക്കമാണ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഇവരെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആരും പ്രവർത്തിക്കാത്ത സമയത്ത് സ്വർഗം ഇവർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമേറിയതൊന്ന് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്, എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ട സ്ഥാനത്ത് സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. ഈ മുൻപുള്ള വർഷം ഇവരുടെ വർധനവിൻ്റെയും വിശാലതയുടെയും ആർത്തിച്ചിരിപ്പിൻ്റെയുമായി മാറുവാൻ തക്കവണ്ണം സ്വർഗം ഇവരോട് കൂടിയിരിക്കണം. നല്ല ജോലികൾ നൽകി സ്വർഗം ഇവരെ മാനിക്കണം. യേശുവേ, ജോലി സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടത്തിൽ കരയുന്ന, തൊഴിലിടത്തിൽ നിരാശപ്പെടുന്ന, തൊഴിലിടത്തിൽ സങ്കടപ്പെട്ടായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഘടകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശോപ്പാ, അങ്ങ് ഇവരോട് കൂടിയിരിക്കണമേ. ഇതിവരുടെ അത്ഭുതങ്ങളുടെ ദിവസമായി തീരട്ടെ. എല്ലാ സന്തോഷങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗം ഇവർക്കങ്ങ് നൽകി മാനിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ പ്രാപിക്കട്ടെ. ഇവരിലെ രോഗികളെ സ്വർഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. അസ്ഥിമേലും മാംസത്തിനുമേലും വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവേ, മാനസികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അടഞ്ഞുപോയ എല്ലാ വഴികളും തുറന്നു വരട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഊറി തലമ ഷെഖനെ റാഥൂറിയ ശബല റദരെ ഷന്ധാർഗന ഇവർ അത്ഭുതം കാണട്ടെ. താങ്ക് യു ലോർഡ്. യേശുവേ, ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണമേ അപ്പ. വസ്തുവകൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ മുൻപോട്ടുള്ള ജീവിതം, അവരുടെ വിവാഹം അനുഗ്രഹമായി നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. നല്ല റിസൾട്ടുകൾ പഠിക്കുന്ന മക്കൾക്ക് നൽകണമേ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കൊടുത്തു തീർക്കുവാൻ വഴിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് മുമ്പിൽ വഴികളെ തുറക്കണമേ. എല്ലാ നന്മകളും സന്തോഷങ്ങളും കൊണ്ട് സ്വർഗം ഇവരേക്ക് നിറയ്ക്കും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ ദിവസങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റുവാൻ വേണ്ടത് ദൈവവചനത്തിലൂടെ നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ലഭിക്കും. ഒപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയും. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.